അങ്ങനെ ഫൈനലി ഞാനും ആ ചിക്കൻ്റെ റെസിപ്പി ഉണ്ടാക്കി നോക്കി ഗൈസ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റെസിപ്പിയിലൊന്നും വേണമെങ്കിൽ പറയാം. ഒരിടയ്ക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന സാധനമായിരുന്നല്ലോ ഇഫ ചിക്കൻ. അത് തന്നെ പുറത്ത് പോകുമ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ലല്ലോ. അങ്ങനെ ഞാൻ ഉണ്ടാക്കാന്ന് വെച്ചോട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഇത് ഉണ്ടാക്കി എടുത്ത് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ലാത്തതാണ്. ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ്റെ റെസിപ്പിയിൽ വെച്ച് തന്നെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ടേസ്റ്റ് ആയിട്ട് കിട്ടിയത് എനിക്ക് ഇത്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെ പീസിലേക്ക് ആവശ്യത്തിനുള്ള മസാലാസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അരമണിക്കൂറും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ ചിക്കനിലേക്ക് ഒഴിക്കാനുള്ള സോസാണ് കേട്ടോ, ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന സോസാണ്. ഞാൻ ഇതിൻ്റെ അളവും കാര്യങ്ങളെല്ലാം പറയാതെ ഞാനും കൂടെ ഇനി പറഞ്ഞ് വെറുപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട്, കാരണം ഇഷ്ടം പോലെ പേര് ഇത് ഉണ്ടാക്കി ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും അളവും എല്ലാം നമ്മുടെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടാണ് ഞാനും ഇങ്ങനെ പറഞ്ഞ് വെറുതെ വെറുപ്പിക്കേണ്ടെന്ന് കരുതിയത്. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫ്രഷ് ക്രീമിൻ്റെ ആ ഒരു സോസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കണം. എൻ്റെ പൊന്നോ എന്ത് ടേസ്റ്റാണെന്നറിയോ, ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എന്നെക്കാൾ ഇഷ്ടപ്പെട്ടത് ഇതെൻ്റെ അനിയത്തിക്കായിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. എന്തായാലും ഒരു ചിക്കൻ ലവറാണ് നിങ്ങളെങ്ങനെ ഇതെന്തായാലും മസ്റ്റായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ എത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.